Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery Edavanna Para Arikod Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. വോട്ടർമാരോട് നന്ദി പറയാൻ പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും മണ്ഡലത്തിൽ. എടവണ്ണയിൽ വലിയ സ്വീകരണമാണ് പ്രിയങ്ക ഗാന്ധിക്കായി UDF പ്രവർത്തകർ ഒരുക്കിയത്. നിരവധി ആളുകളാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. വയനാട്ടിൽ ഉജ്ജ്വല ഭൂരിപക്ഷം നേടി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇതാദ്യമായാണ് ഇരുവരും മണ്ഡലത്തിലെത്തുന്നത്. 2 ദിവസത്തെ സ്വീകരണ പരിപാടികളിലാണ് ഇരുവരും പങ്കെടുക്കുക. രാവിലെ 11-ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ ഇരുവരും ഉച്ചയ്ക്ക് 12 മണിക്ക് മുക്കത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് കരുളായി, വണ്ടൂർ എന്നിവിടങ്ങളിലെ സ്വീകരണ ശേഷമാണ് പ്രിയങ്ക എടവണ്ണയിലെത്തിയത്. എടവണ്ണ CPI ജംഗ്ഷൻ മുതൽ ജമാലങ്ങാടി വരെയായിരുന്നു റോഡ് ഷോ നടന്നത്. നാളെ മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രിയങ്ക വൈകുന്നേരം കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. വയനാട് MP ആയി വ്യാഴാഴ്ചയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ. ഭരണഘടന ഉയർത്തിയാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാ അംഗം എന്ന വിശേഷണത്തോടെയാണ് പ്രിയങ്ക വയനാട് MP ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്തതോടെ കുടുംബത്തിലെ 3 പേർ MP-മാരാണെന്ന പ്രത്യേകതയും ഗാന്ധി കുടുംബത്തിനുണ്ട്. രാഹുൽ ഗാന്ധി റായ്ബറേലിയെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ അംഗമാണ്. സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. രാഹുലിന്റെയും സോണിയുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെയാണ് പ്രിയങ്ക സജീവമാകുന്നത്. പിന്നീട് 2019-ൽ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുക്കുകയും 1 വർഷത്തിനിപ്പുറം മൊത്തം UPയുടെ ചുമതലയിലേക്ക് വരികയുമായിരുന്നു. നിലവിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. എന്നും വയനാടിനൊപ്പം ഉണ്ടാകും, ഒരിക്കലും നിരാശപ്പെടുത്തില്ല. നിങ്ങൾ നൽകിയ സ്നേഹത്തിന് 1000 നന്ദി എന്നും പ്രിയങ്ക ഗാന്ധി. എടവണ്ണയിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. എല്ലാവർക്കും നമസ്കാരം. I hope that in the next 5 years you will also realize that I love you just as much. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. Thank you very very much. I love you very much. Yes. Your panchayat has given the biggest lead to me in the election. വളരെയധികം നന്ദി. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ പഞ്ചായത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലീഡ് നൽകിയത്. And I am very very grateful to you for this. Thank you. Jai Hind. But no matter how many places I go to, how many people I thank, how many times I say thank you, it is not enough to express the gratitude I have in my heart. ഞാൻ എത്ര സ്ഥലങ്ങളിൽ പോയാലും എത്ര ആളുകളെ കണ്ടാലും എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞാലും എൻ്റെ ഹൃദയത്തിലുള്ള കടപ്പാട് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ അതൊന്നും മതിയാവുകയില്ല. You stood with my brother in his most difficult times. എൻ്റെ സഹോദരന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. You gave him strength, you gave him courage. നിങ്ങൾ അദ്ദേഹത്തിന് കരുത്ത് നൽകി, അദ്ദേഹത്തിന് ധൈര്യം നൽകി.
And it is because of the bond that you share with him that you are standing here today. നിങ്ങൾ അദ്ദേഹത്തോട് പങ്കിടുന്ന ഒരു ബന്ധത്തിന്റെ കാരണം കൊണ്ട്, ആ ബന്ധം മൂലമാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. So I thank him also for trusting me and for choosing me to stand for election from here. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരനെയും ഈ തെരഞ്ഞെടുപ്പിന് ഇവിടെ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് എന്നെ തെരഞ്ഞെടുത്തതിനും എന്നിൽ വിശ്വാസം അർപ്പിച്ചതിനും എൻ്റെ സഹോദരനോടും ഞാൻ നന്ദി പറയുകയാണ്. He respects all of you deeply and he knows that I share this respect for you. അദ്ദേഹം നിങ്ങളെ ഓരോരുത്തരെയും ആഴത്തിൽ ബഹുമാനിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ആ ബഹുമാനം എനിക്കും നിങ്ങളോടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. For generations of my family, we have felt your love and your support. എന്റെ കുടുംബം തലമുറകളായി നിങ്ങളുടെ സ്നേഹവും പിന്തുണയും അനുഭവിക്കുന്നവരാണ്. You are the people of Wayanad Lok Sabha, but you are also the people of India. നിങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ആളുകളാണ്, അതേസമയം തന്നെ നിങ്ങൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളുമാണ്. All of us here, every single one of us is proud to be Indian first. നമ്മൾ എല്ലാവരും ഇവിടെയുള്ള നമ്മൾ ഓരോരുത്തരും ഒരു ഇന്ത്യക്കാരെന്ന് പറയുന്നതിൽ, ഇന്ത്യൻ എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവരാണ്. ആദ്യമായി We are proud to belong to a country whose freedom movement was non-violent. അഹിംസാത്മകമായ ഒരു സ്വാതന്ത്ര്യ സമരം നടത്തിയ ഒരു രാജ്യത്തെ പൗരന്മാരായിരിക്കുന്നതിൽ, ഒരു രാജ്യത്ത് ജനിച്ചതിൽ, ജീവിക്കുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നവരാണ്. We are proud to belong to a country whose freedom movement was led by Mahatma Gandhi, who spoke of ahimsa, who spoke of truth. അഹിംസയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് സംസാരിച്ച മഹാത്മാഗാന്ധി നയിച്ച സ്വാതന്ത്ര്യ സമരം നടന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട്. There were many revolutions in this world. Most of them were violent. This was unique because it was non-violent. It was based on truth. It was based on Satya. ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ അവയെല്ലാം ഹിംസാത്മകമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ മാത്രമാണ് മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായി സത്യത്തെയും അഹിംസയെയും ആധാരമാക്കി ഒരു വിപ്ലവം നടന്നത്. And we are proud to be Indian because of the values of our constitution, because of what built this nation. കാരണം ഇന്ത്യക്കാരാണത് എന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ രാജ്യം നിർമ്മിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട്. This nation was built by all of you, by your ancestors, by the farmers of India, by the laborers of India, by every single Indian who believed in the idea of a unified nation. ഈ രാജ്യത്തെ നിർമ്മിച്ചത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നിർമ്മിച്ചത് നിങ്ങളാണ്, നിങ്ങളുടെ പൂർവ്വ പിതാമഹന്മാരാണ്, ഇവിടുത്തെ കർഷകരാണ്, ഇവിടുത്തെ തൊഴിലാളികളാണ്. ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒറ്റ രാജ്യത്തെ, എല്ലാവരും ഒരുമിച്ചുള്ള ഒരു രാജ്യത്തിന്റെ ആശയത്തിൽ വിശ്വസിച്ച ജനങ്ങളാണ് ഈ രാജ്യത്തെ നിർമ്മിച്ചത്. And it is because of this that you are here today, because you are proud of the nation that was built by your ancestors and that was built by all of you. കാരണം നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ ഓരോരുത്തരും നിർമ്മിച്ച, നിങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർ നിർമ്മിച്ചെടുത്ത ഈ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. Because you of all people deeply understand that the fight the Congress party and the UDF are fighting today is a fight for the constitution and for the soul of India. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ആഴത്തിൽ മനസ്സിലാകുന്നുണ്ട്, കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ന് നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നു. It is a fight for equality of every single Indian citizen. ഈ രാജ്യത്തെ ഓരോ ഇന്ത്യൻ പൗരന്റെയും തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. It is a fight to strengthen the institutions that keep our constitution strong, that keep our democracy alive. നമ്മുടെ ജനാധിപത്യത്തെ ജീവസുറ്റതായി നിലനിർത്തുന്ന, നമ്മുടെ ഭരണഘടനയെ ശക്തമായി നിലനിർത്തുന്ന സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ഒരു പോരാട്ടമാണത്. It is a fight of truth against lies. നുണകൾക്കെതിരെ സത്യത്തിന്റെ പോരാട്ടമാണത്. Unity against divisiveness. വിഭാഗീയതയ്ക്കെതിരെ ഐക്യത്തിന്റെ പോരാട്ടമാണത്. Equality of opportunity against those who believe that all opportunity should be only given to a select few. കുറച്ചാളുകൾക്ക് മാത്രം ഈ രാജ്യത്തെ എല്ലാ അവസരങ്ങളും നൽകണമെന്ന് വിശ്വസിക്കുന്നവർക്കെതിരെ മനുഷ്യർക്ക് അവസരങ്ങൾക്ക് സമത്വം ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന പോരാട്ടമാണിത്. And in this fight,
My brothers and sisters of Wayanad, you have never faltered. ഈ യുദ്ധത്തിൽ, ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല. എന്റെ വയനാട്ടിലെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ പിഴവ് പറ്റിയിട്ടില്ല. You have stood up again and again for what is right. നിങ്ങൾ വീണ്ടും വീണ്ടും ഏതാണോ ശരിയായിട്ടുള്ളത് അതിനു വേണ്ടി നിലനിന്നിട്ടുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങളായ നിങ്ങൾ. You have raised your voice again and again for the truth. സത്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. And I am proud, I am honored to be your representative in parliament. നിങ്ങളുടെ ജനപ്രതിനിധിയായ ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കാൻ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ആദരവായി അതിനെ കണക്കാക്കുന്നു. There could be no greater honor for a person than to see the smiles on your faces. നിങ്ങളുടെ മുഖങ്ങളിലെ പുഞ്ചിരി കാണുന്നതിലപ്പുറം ഒരു വലിയ ആദരം ഒരു വ്യക്തിക്ക് കിട്ടാനില്ല എന്ന് ഞാൻ പറയുന്നു. No greater honor than to stand here and to feel loved by so many. ഇവിടെ നിന്ന് ഇത്രയും മനുഷ്യരാൽ സ്നേഹിക്കപ്പെടുക എന്നതിലുപരി ഒരു വലിയ ആദരം ഒരു മനുഷ്യന് കിട്ടാനില്ല. I don't even know if I deserve it. എനിക്കറിയില്ല ഞാനത് അർഹിക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. But I know one thing, that I am going to prove to you in the next 5 years how hard a person can work for their constituency, for the people they represent. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളോട് തെളിയിച്ചു തരാൻ പോവുകയാണ് ഒരു വ്യക്തിക്ക് ആ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്യാൻ പറ്റുമെന്ന്. I know that I am going to work hard to understand your dreams and your hopes. എനിക്കറിയാം നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ കഠിനമായി പ്രയത്നിക്കാൻ പോവുകയാണെന്ന് എനിക്കറിയാം. To raise your voice in parliament and every other platform. നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിലും എല്ലാ വേദികളിലും ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ പോവുകയാണ്. And because of the love you are giving me, because of the strength that you have given me, I will never falter. I will never stand back from telling the truth and fighting for the truth. നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണ മൂലം, നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം മൂലം ഞാൻ ഒരിക്കലും എന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കില്ല. എനിക്ക് ഒരിക്കലും സത്യം പറയുന്നതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവുകയില്ല. എനിക്ക് ഒരിക്കലും പിഴവ് പറ്റുകയില്ല അതിൽ. We begin this journey today together. ഇന്ന് ഈ യാത്ര നമ്മൾ ഒരുമിച്ച് തുടങ്ങുകയാണ്. It is a journey filled with love from both sides, yours and mine. ഈ യാത്ര എന്ന് പറയുന്നത് 2 വശത്തു നിന്നും, നിങ്ങളുടെ വശത്തു നിന്നും എന്റെ വശത്തു നിന്നും സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു യാത്രയാണിത്. A journey of understanding. മനസ്സിലാക്കലിന്റെ ഒരു യാത്രയാണ്. And a journey in which I hope to be able to fight for and provide for a better future for you. ആ യാത്രയിൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഭാവിക്ക് വേണ്ടി പോരാടാനും നിങ്ങൾക്കത് നൽകുവാനുമുള്ള ഒരു യാത്രയുടെ പോരാട്ടത്തിന്റെ യാത്രയാണിത്. Over the period of the election campaign, I started to understand the issues that you face. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഞാൻ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. I met my tribal brothers and sisters, I met farmers, I met people who own small businesses, shopkeepers. ഞാനിവിടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരെ കണ്ടു, കർഷകരെ കണ്ടു, അതുപോലെ ചെറുകിട കച്ചവടക്കാരെയും എല്ലാം ഞാൻ ആ പ്രചരണ സമയത്ത് കാണുകയുണ്ടായി. Children from schools and colleges. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. Lots of children who love soccer. അതുമാത്രമല്ല ഒരുപാട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടു. But this is just the beginning. I want to come to your homes. I want to meet as many of you as possible. I want to reach out to as many of you as possible. And I want to walk along this journey along with you, holding your hand, you showing me the way, and me doing whatever it is that you expect of me to be able to give you, to be able to fulfill your dreams and your hopes. പക്ഷെ ഇതൊരു തുടക്കം മാത്രമാണ്. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണം, നിങ്ങൾ പറയുന്നത് കേൾക്കണം, നിങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ യാത്രയിൽ മുൻപോട്ട് പോയി നിങ്ങൾ എനിക്ക് വഴികാട്ടി തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് പരിഹരിക്കാൻ ഞാനൊക്കെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആ യാത്രയിൽ മുൻപോട്ട് പോകണം. So thank you once again for all the love you are giving me. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery Edavanna Para Arikod Manjeri Nilambur. ഈ നാടറിയുന്ന ജ്വല്ലറി
ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.